ഓരോ ഇമാമിങ്ങളും പറയുന്നു അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമഅ നിസ്കരിച്ചാൽ ജുമഅ ബാത്തിലാണ്. ഒരാഴ്ചത്തെ ദോഷം പുറത്തു കിട്ടേണ്ട ദിവസം വെള്ളിയാഴ്ച. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയാഴ്ച ജുമഅ. അത് ബാത്തിലാക്കിയാ പിന്നെ മനുഷ്യന് ദീന് ബാക്കിയുണ്ടോ? ജുമഅ ബാത്തിലായ പിന്നെ ദീനുണ്ടോ? അവിടെയാണ് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ കാണേണ്ടത്. തലശ്ശേരി സ്റ്റേഡിയം പള്ളി തബ്ലീഗ് ജമാഅത്തുകാരല്ലേ നടത്തുന്നത്? പച്ച മലയാളത്തിലല്ലേ ഖുതുബ ഓതുന്നത്? അവിടെ മുജാഹിദുൽ ജമാഅത്ത് ഇസ്ലാമിയും അങ്ങനെ തന്നെ. കാരണം സംഗതി മൂന്നും ഒന്നെ സാധനം. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടൊരു തബ്ലീഗ് ജമാഅത്തില്ല. സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടൊരു മതം മുസ്ലിമീങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ നമ്മൾ കണ്ട മഹാന്മാർ, മർഹൂം കണ്യത്ത് ഉസ്താദ്, മർഹൂം ഇ.കെ. ഉസ്താദ്, മർഹൂം കീയന ഉസ്താദ്, അങ്ങനെ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ, മർഹൂം ഓ.കെ. ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, അങ്ങനെ സി ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ, പുല്ലൂക്കര ഉസ്താദിനെ പോലെ നമ്മുടെ ഗുരുവര്യന്മാര് പി.എ. ഉസ്താദ്, അങ്ങനെ ആരെയൊക്കെ നമ്മൾ കണ്ടു. അവരാരും തന്നെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ സമ്മതിച്ചില്ല. പോരാ, നമ്മൾ കണ്ട ചില മഹാന്മാര്, സയ്യിദന്മാര്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് പൊക്കോയ തങ്ങള്, SYS-ന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? അങ്ങനെയുള്ള മഹാന്മാര്, നിങ്ങൾ ഇ അഹമ്മദ് സാഹിബ് എഴുതിയ പുസ്തകം വായിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പാണക്കാട് പൊക്കോയ തങ്ങളുടെ എത്ര കറാമത്താണ് മന്ത്രി ഇ അഹമ്മദ് സാഹിബ് എഴുതി വെച്ചത്. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സയ്യിദന്മാരും ആലിമീങ്ങളും നമ്മൾ കണ്ടവരൊക്കെ സുന്നത്ത് ജമാഅത്തിലല്ലേ നമ്മൾ കണ്ടത്. ഈ അടുത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം അല്ലാഹുവേ മരണപ്പെട്ടു പോയ മുഴുവൻ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഖബറിടങ്ങൾ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അവർ സുന്നത്ത് ജമാഅത്തിലല്ലേ ഉണ്ടായത്. അവരാരും തബ്ലീഗ് ജമാഅത്തിൽ മെമ്പറായിട്ടില്ല, അവരാരും മുജാഹിദായിട്ടില്ല, അവർ ജമാഅത്ത് ഇസ്ലാമി ആയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ബഹുമാനപ്പെട്ട സഹാബത്തല്ലേ ഇസ്ലാം ദീന് ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. അവര് പ്രചരിപ്പിച്ച ഒരു നാട്ടിലും അറബിയല്ലാത്ത ഭാഷയിൽ അവർ ഖുതുബ നിർവഹിച്ചിട്ടില്ല. അതിന് പകരം മലയാളത്തിലുള്ള ഖുതുബ തുടങ്ങിയ മുജാഹിദിനോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അതേ തബ്ലീഗുകാരോടും, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചോദിക്കൂ, മലയാള ഭാഷയിൽ ഖുതുബ ഓതുന്നതിന് ഖുർആനിൽ ആയത്തുണ്ടോ? വല്ലാഹി ഇല്ല. ഹദീസുണ്ടോ? വല്ലാഹി ഇല്ല. ഇജ്മാ ഉണ്ടോ? വല്ലാഹി ഇല്ല. ഖിയാസ് ഉണ്ടോ? വല്ലാഹി ഇല്ല. ലോകത്തിന്നേ വരെ ഒരു പണ്ഡിതരും അങ്ങനെ ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കാൻ സാധ്യവുമല്ല. ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൃശൂർ ജില്ലയിലെ പുതിയകാവിൽ ഒരു സംവാദം, കാന്തപുരസാദാണ് സംവാദത്തിന് നേതൃത്വം കൊടുക്കാൻ മഹല്ല് കമ്മിറ്റിക്കാർ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ കിതാബ് എടുത്തു കൊടുക്കാൻ വേണ്ടി, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാനും പഠിക്കാൻ വേണ്ടി ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ഉസ്താദിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, ഞാനൊരു ഒരു ചെറിയ ശിഷ്യനാണ്. എന്നെക്കാൾ വലിയ എത്രയോ ആലിമീങ്ങൾ, ഉസ്താദിന്റെ 10,000 ശിഷ്യന്മാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അത്ര ശിഷ്യസമ്പത്തുള്ള ഒരു പണ്ഡിതൻ എന്റെ അറിവിൽ വേറെ ഇല്ല. ഇന്നും 800ഓളം കുട്ടികളെ ഇരുത്തി സുബഹിന് ശേഷം സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഒരേ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് മാത്രമേ ഉള്ളൂ. ലോകത്ത് 800ഓളം ആലിമീങ്ങളെ ഇരുത്തി ദിവസം സഹീഹുൽ ബുഖാരി ദിവസേന ഓതി കൊടുക്കുന്ന ഒരു പണ്ഡിതൻ.